ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5.5 സെൻറ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1375 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1278 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. ഈ ഭാഗത്തായി ഈ പ്ലാനിലെ പോർച്ച് കാണാവുന്നതാണ്. പോർച്ചിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 340-180 സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും അടുത്തത് ലിവിങ് ഏരിയയാണ്. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഈ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. 340-350 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ലിവിങ് ഏരിയയുടെ വിൻഡോ കാണാവുന്നതാണ്. ലിവിങ് ഏരിയയിൽ നിന്നും അടുത്തതായി വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. 340-480 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭിത്തിയിലാണ് ഡൈനിങ് ഏരിയയിൽ വിൻഡോ വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-360 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ രണ്ട് ഭിത്തികളിലായി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-350 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ രണ്ട് ഭിത്തികളിലായി വിൻഡോസ് വരുന്നു. ഇത് ഈ പ്ലാനിലെ കോമൺ ബാത്റൂമാണ്. 260-300 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1375 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 21 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ പ്ലാനിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.